ഓണം എക്സാം അവസാനിച്ചു. കുട്ടികൾക്കൊക്കെ ഓണം എക്സാം ടഫായിട്ടുള്ള എക്സാംസ് ഉണ്ടായിരുന്നു, ഈസി ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്, നല്ലപോലെ എഴുതാൻ പറ്റിയ എക്സാം ഉണ്ട്, ഒന്നും എഴുതാൻ പറ്റാത്ത എക്സാം ഉണ്ട്, ക്വസ്റ്റ്യൻ കണ്ട് കിളി പോയ എക്സാംസ് ഉണ്ട്, പലതരത്തിലുള്ള എക്സാം ഉണ്ടായിരുന്നു. നിങ്ങൾ ഓണം എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ ജെനുവിൻ റിവ്യൂ, ജെനുവിൻ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓണം എക്സാം കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ, ഓരോ വിഷയത്തെ കുറിച്ച് എന്തൊക്കെ പറയാനുണ്ടോ, അതൊക്കെ നിങ്ങൾ ജെനുവിൻ ആയിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും. നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിൽ ആലോചിക്കും, ഓണം എക്സാം ടഫായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് ഓണം എക്സാം ടഫായി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓണം എക്സാമിന്റെ ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ എന്തുകൊണ്ട് ഓണം എക്സാം ആൻസർ എഴുതാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ശരിക്കും ഓണം എക്സാം പലരും സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. ചില കുട്ടികൾ പറഞ്ഞിട്ട് അതിൻ്റെ ചില പ്രശ്നം ഉണ്ടായിരുന്നു. SSLCയിൽ ഹിന്ദിയും സോഷ്യലും ഒരേ സമയം വന്നു. ശരിയാണ്, അത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചത്. ഞാനൊക്കെ ജൂൺ മുതലേ ഇടുന്ന റീലുകൾ ഊന്നി പറയുന്നൊരു കാര്യമുണ്ട്, എക്സാമിന് തലേന്ന് പഠിച്ചാൽ മാത്രം മാർക്ക് കിട്ടില്ല. എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചാൽ മാർക്ക് കിട്ടില്ല. എക്സാമിന് തലേന്ന് മാത്രം പഠിക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ അന്ന് മുതലേ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ടും ഒരു 75% കുട്ടികളും പഠിച്ചത് ഓണം എക്സാമിന് തലേന്നാണ്. ഓണം എക്സാം 2 ദിവസം കഴിഞ്ഞു. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ തിങ്കളാഴ്ച ഫിസിക്സ് എക്സാം ഉണ്ടായിരുന്നു. വെള്ളി ശനി ഞായർ ദിവസം നിങ്ങൾക്ക് 3 ദിവസം പഠിക്കാനുണ്ടായിട്ടും മെജോറിറ്റി കുട്ടികളും പഠിച്ചത് ഞായറാഴ്ച വൈകിട്ടാണ്. അങ്ങനെ എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് A+ കിട്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതൊരു തെറ്റായ ധാരണ. നിങ്ങൾ പണിയെടുക്കണം. നിങ്ങൾ നിങ്ങളുടെ മടിയെ മാറ്റി വെച്ചിട്ട്, നിങ്ങൾ നിങ്ങളുടെ ചടപ്പിനെ മാറ്റി വെച്ചിട്ട്, നിങ്ങൾ നിങ്ങളെ പഠനത്തിൽ നിന്ന് പിൻവലിക്കുന്ന സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് പഠിക്കാൻ തയ്യാറാണ്. അടുത്തത് വരാൻ പോകുന്നത് ക്രിസ്മസ് എക്സാമാണ്. ഓണം എക്സാമിൻ്റെ പോർഷൻസ് എന്തായാലും ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റൻ ഉണ്ടാവും. അതിന് പുറമെ സെപ്പറേറ്റ് ആയിട്ട് 3-4 ചാപ്റ്റേഴ്സ് വേറെ ഉണ്ടാവും. ഓണം എക്സാമിൻ്റെ പോർഷൻസ് നിങ്ങൾ പഠിക്കണം, അതിന് പുറമെയുള്ള എക്സ്ട്രാ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ നിങ്ങൾ എക്സാമിന് തലത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ടഫാവും. പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വരും, ക്വസ്റ്റ്യൻ പാറ്റേൺ ഇപ്പോൾ നല്ല കടുകട്ടിയാവാം. അപ്പോൾ നിങ്ങൾ പറയും, അയ്യോ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റി, അയ്യോ എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, അയ്യോ ഇത് എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ അങ്ങോട്ട് വിളിച്ചോണ്ട് മുന്നേ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വിളിച്ചോണ്ട്. ഒരിക്കലും പഠിക്കുന്ന ഒരു കുട്ടിക്ക് എക്സാം ഒരിക്കലും ടഫ് ആവില്ല. എഫേർട്ട് ഇടുന്ന കുട്ടിക്ക് ഒരിക്കലും എക്സാം ടഫ് ആവില്ല. തലേന്ന് മാത്രം പഠിക്കുന്ന കുട്ടിക്ക് ഡെഫിനറ്റ്ലി എക്സാം ടഫ് ആകും. എക്സാം ബുദ്ധിമുട്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാം അവസാനത്തേക്ക് മാറ്റി വെക്കാതെ ഇനിയുള്ള സമയം മുതൽ പഠിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കും. അങ്ങനെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പഠിക്കാൻ നിങ്ങളുടെ മനസ്സിലൊരു ആശയമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് എനിക്ക് ക്രിസ്മസ് എക്സാം റെഡിയാക്കിയതെന്ന് ഞാൻ പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ആദ്യം ചെയ്യുന്ന പരിപാടി നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പഠിക്കാനൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് മക്കളെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ തലേന്ന് മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഓണം എക്സാം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള സങ്കടവും ടെൻഷനും ഒക്കെ ക്രിസ്മസ് എക്സാം ഉണ്ടാവും. നിങ്ങൾ ചിന്തിക്കും, ഡിസിഷൻ ഈസ് യുവേഴ്സ്. നിങ്ങളുടെ ഭാവി നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചാണ്, നിങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ചാണ്. നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി മോശമാവും. നിങ്ങൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുകയാണ്, നിങ്ങൾ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവി അടിപൊളിയാവും. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് പോകുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഭാവി എന്താണ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ആനുവൽ എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാം കഴിയുമ്പോൾ ഏത് മാർക്ക് കിട്ടണം. ആ ചിന്തക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിസൾട്ട്. പണിയെടുത്താൽ മക്കളെ സെറ്റാവും.